ഉമ്മൻചാണ്ടിക്കെതിരായിട്ടൊരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നു. അതിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ തക്ക കണ്ടെത്തലുകളൊന്നും ഉണ്ടായിരുന്നില്ല. കുറ്റാരോപിതയായ സ്ത്രീ കൊടുത്ത ഒരു കത്ത് ആ റിപ്പോർട്ടിൻ്റെ ഭാഗമാക്കി എന്നതൊഴിച്ചാൽ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള യാതൊരു കണ്ടെത്തലുകളും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും റിപ്പോർട്ട് കിട്ടിയ ഉടനെ ഉമ്മൻചാണ്ടിക്കെതിരെ ജാമ്യമില്ലാത്ത കേസെടുക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തത്. അവസാനം അത് ചീറ്റിപ്പോയി. അതിൻ്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഈ കേസ് വന്നപ്പോൾ സർക്കാർ മുന്നോട്ട് വെച്ചൊരു ന്യായം അതായിരുന്നു. ഏതെങ്കിലും പരാതി ഇല്ലാതെ കേസെടുക്കുകയാണെങ്കിൽ അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ കേസ് എടുത്തതുപോലെ ആയിപ്പോകും എന്നാണ് സർക്കാർ പറഞ്ഞത്. അതായത് ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ തെറ്റാണ് ചെയ്തത് എന്നുള്ള കുറ്റസമ്മതമായിരുന്നു സർക്കാരിൻ്റേത്. അതും പോരാഞ്ഞാണ് സിനിമാ നയം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപവൽക്കരിച്ചപ്പോഴേ അതിലും നമ്മുടെ മുകേഷിനെ പിടിച്ചിട്ടു. ഇനി മുകേഷ് ഇല്ലാതെ നമുക്കൊരു സിനിമാ നയം ഉണ്ടാക്കാൻ സാധിക്കുമോ? വാസ്തവത്തിൽ ഇതിൻ്റെ അർത്ഥം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. അത് സർക്കാരിൻ്റെ ഒരു ധാർഷ്ട്യമാണോ അതോ വിവരക്കേടാണോ? ഇതിലേതാണ്? ഞാൻ ചോദിക്കട്ടെ, ഈ റിപ്പോർട്ട് 4.5 കൊല്ലം പൂഴ്ത്തിവെച്ച സർക്കാരാണ്. വളരെ പ്രധാനപ്പെട്ട ശുപാർശകളടങ്ങുന്ന ഒരു റിപ്പോർട്ട്. അപ്പോൾ അങ്ങനെ അതുപോലും പൂഴ്ത്തിവെച്ച സർക്കാർ എന്തിനാണ് ഇത്ര തിടുക്കം പിടിച്ച് ഒരു സിനിമാ നയം ഉണ്ടാക്കുന്നതിന് കമ്മിറ്റി ഉണ്ടാക്കുന്നത്? ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിന്മേൽ നീതിയുക്തമായ തീരുമാനങ്ങൾ ഉണ്ടായതിനു ശേഷമോ അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. എന്തിനു വേണ്ടി ഈ തിടുക്കം? എന്തിന് അപ്പോൾ തന്നെ കുറ്റാരോപിതനായിരുന്ന മുകേഷിനെ ആ കമ്മിറ്റിയിൽ വീണ്ടും സർക്കാർ പുലിവാലി പിടിച്ചു? അതുപോലെ തന്നെ കോൺക്ലേവ് എന്ന് പറഞ്ഞ് നമ്മുടെ ചെറിയാച്ചായ കുറേയൊക്കെ ഓടി നടന്നു. അത് ഈ CPM-ൻ്റെ ഒരു പുതിയ ഏർപ്പാടാണ്. വിപ്ലവം കൊണ്ടുവരുന്നതിന് മഹാസമ്മേളനങ്ങളും ലോകസമ്മേളനങ്ങളും കോൺക്ലേവുകളും ഒക്കെ നടത്തിയാൽ മതി എന്നാണ് കണ്ടുപിടുത്തം. അതാണ് ലോക മലയാള സമ്മേളനം, ലോക കേരള ചരിത്ര കോൺഗ്രസ്, അതുപോലെ നവോത്ഥാന മഹായോഗം, കേരളോത്സവം. ഇതൊക്കെ നടത്തലാണ് നമുക്ക് വിപ്ലവവും സോഷ്യലിസവും കൈവരിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയെന്നാണ് ഇപ്പോൾ CPM കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുപോലെ സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പുതിയ നയം വേണം, അല്ലെങ്കിൽ നമ്മൾ മാർഗങ്ങൾ കണ്ടുപിടിക്കണം. അതിന് ഒരു കോൺക്ലേവ്, സിനിമ കോൺക്ലേവ് എറണാകുളത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചു. പക്ഷേ വേട്ടക്കാരനൊപ്പം ഇരുന്ന് ഈ കോൺക്ലേവിൽ പങ്കെടുക്കാൻ ഞങ്ങളെ കിട്ടില്ലെന്ന് പെണ്ണൊരുത്തി നടി പാർവതി പറഞ്ഞതോടെ അച്ചായൻ്റെ കോൺക്ലേവ് ഷൂന്നങ്ങ് ആവിയായിപ്പോയി. അങ്ങനെ ചെറിയാച്ചായൻ്റെ തുടർച്ചയായ ക്രൂരകൃത്യങ്ങൾ സർക്കാരിനെ ഒരു വല്ലാത്ത സ്പോട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചു. അതിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? സർക്കാർ അതൊന്ന് ചിന്തിക്കണ്ടേ? ഈ മണ്ടത്തരം കാണിച്ചിട്ട് എന്ത് കിട്ടി? ഇപ്പോൾ ഫെപ്ക പോലും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്ന ആളുകളുടെ എല്ലാം പേര് വിവരങ്ങൾ പുറത്തുവിടണമെന്നാണ്. ഈ ഫെപ്ക എന്ന് പറഞ്ഞാൽ സിനിമയിലെ ഈ സാങ്കേതിക വിദഗ്ധരുടെ, സംവിധായകരടക്കമുള്ളവരുടെ ഒരു സംഘടനയാണ്. വലിയ ശക്തിയുള്ള സംഘടനയാണ്. അമ്മ പോലൊക്കെ തന്നെ വലിയ സന്നാഹങ്ങളൊക്കെ ഉണ്ട്. അതിനെ നയിക്കുന്നത് ആരാ? അതിനെ നയിക്കുന്നത് CPM-ൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ മാനസ പുത്രന്മാർ തന്നെയാണ്. അവരിപ്പോൾ പറഞ്ഞിരിക്കുക പൂഴ്ത്തി വെച്ചിട്ടൊന്നും കാര്യമില്ല, ഈ പേരുകൾ മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരണം. അതുപോലെ ബൃന്ദ കാരാട്ട്, ആനി രാജ, 100ഓളം വനിതാ ചിന്തകർ, ഇവരൊക്കെ സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുക. അവരൊക്കെ പറയുന്നത് മുകേഷ് രാജിവെക്കണമെന്നാണ്. ഇടതുപക്ഷ MLA അദ്ദേഹം രാജിവെക്കണമെന്ന ആവശ്യമാണ് ഇവരൊക്കെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ബൃന്ദ കാരാട്ട് പോലും വളരെ നിശ്ചിതമായ ഭാഷയിലാണ് ഈ സംഭവവികാസങ്ങളെ നോക്കിക്കണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും CPM ഈ കാര്യത്തിൽ ന്യായയുക്തമായൊരു തീരുമാനമെടുക്കാൻ മടിച്ചു നിൽക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മുടെ EP ജയരാജൻ LDFൻ്റെ കൺവീനർ പറഞ്ഞത് മുകേഷ് രാജിവെക്കേണ്ട കാര്യമില്ലെന്നാണ്. അതായത് ഇതുപോലെ 2 കോൺഗ്രസ് MLA-മാരുടെ പേരിൽ കേസുണ്ടായി. അപ്പോൾ അവരാരും രാജിവെച്ചില്ല. പിന്നെ എന്തിനാണ് മുകേഷ് രാജിവെക്കുന്നത്? എന്തൊരു നാണം കെട്ട ന്യായീകരണമാണോ? ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ നേതാവ് അല്ലെങ്കിൽ സർക്കാർ ഇതുപോലൊരു നിലപാട് എടുക്കാമോ? മറ്റാരൊക്കെയോ എന്തൊക്കെയോ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ പേരിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്നവരെ കുറ്റം ചെയ്താൽ, വൃത്തികേട് കാണിച്ചാൽ
അതിന്മേൽ നടപടികളൊന്നും എടുക്കണ്ട എന്നാണോ CPM അല്ലെങ്കിൽ ഇടതുമുന്നണി കരുതിയിരിക്കുന്നത്? അതുകൊണ്ടൊന്നുണ്ടായി CPM-ഉം CPI-യും രണ്ട് തട്ടിലായി എന്ന് മാത്രം. ഇവിടെ CPM-ന് സംഭവിച്ച തെറ്റെന്താണ്? ഇക്കാര്യത്തിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഈ വിഷയത്തിൽ പാർട്ടിക്ക് കൃത്യമായ ഒരു നിലപാട് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പണ്ടൊക്കെ പാർട്ടി നിലപാടെടുക്കുന്നു, പാർട്ടി നയിക്കുന്ന സർക്കാരാണെങ്കിൽ ആ ഗവൺമെൻറ് അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ളൊരു സ്വാധീനം പാർട്ടിക്കില്ല, അല്ലെ പാർട്ടി നേതൃത്വത്തിനില്ല. പാർട്ടി പറയുന്നതല്ല സർക്കാരിൻ്റെ നയം. ഇവിടെ ഇപ്പോൾ പിണറായി വിജയൻ എന്ത് പറയുന്നുവോ അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഗവൺമെൻറ് വല്ലാതെ ചീഞ്ഞു തുടങ്ങിയെന്നറിഞ്ഞിട്ട് പോലും പാർട്ടിക്ക് കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ കൃത്യമായ സമയത്ത് ഇടപെടാൻ സാധിച്ചില്ല. പണ്ട് പാർട്ടി നേതാക്കളും മന്ത്രിമാരും ഒക്കെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരേ സ്വരത്തിൽ സംസാരിക്കുമായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. ഓരോ മന്ത്രിമാർക്കും ഓരോ സാമ്രാജ്യമാണ്. വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടന്മാരായിട്ട് മാറുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്ന കാര്യത്തിൽ സജി ചെറിയാൻ ഒരഭിപ്രായം പറഞ്ഞപ്പോൾ മന്ത്രി ബാലഗോപാൽ മറിച്ചൊരു നിലപാടാണ് പരസ്യമായിട്ട് എടുത്തത്. മറ്റ് പല മന്ത്രിമാരും ഇതേക്കുറിച്ച് അവരുടെ മനോധർമ്മത്തിനനുസരിച്ച് ചില നിലപാടുകളോ അഭിപ്രായങ്ങളോ ഒക്കെ എടുക്കുകയുണ്ടായി. പണ്ടുകാലത്തൊക്കെ കേട്ടിട്ടുള്ളത് CPM-ന് ഒരു അവൈലബിൾ സെക്രട്ടേറിയറ്റ് ഉണ്ട്. ഓരോ ദിവസവും സംഭവിക്കുന്ന കാര്യങ്ങളിൽ അപ്പോൾ നിലപാട് എടുക്കുന്നതിന് വേണ്ടി അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്ന് തീരുമാനങ്ങൾ എടുക്കും എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ അവൈലബിൾ സെക്രട്ടേറിയറ്റിനെയും കാണാനില്ല, അൺഅവൈലബിൾ ആയിട്ടുള്ള സെക്രട്ടേറിയറ്റിനെയും കാണാനില്ല എന്നുള്ളതാണ് സത്യം. മറ്റൊരു രസകരമായ കാര്യം, കുറേ കാലമായിട്ട് ഈ ചാനൽ ചർച്ചകളിൽ CPM അവരുടെ ഔദ്യോഗിക പ്രതിനിധികളെ വിടുന്നത് വളരെ അപൂർവമാണ്. അങ്ങനെ ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ. ബാക്കിയൊക്കെ അവർ ഡ്യൂപ്പുകളെയാണ് അയക്കുന്നത്. പാർട്ടി തയ്യാറാക്കി കൊടുക്കുന്ന കാപ്സ്യൂളുകൾ അനുസരിച്ച് അവരെന്തെങ്കിലുമൊക്കെ പറയും. പലപ്പോഴും എതിരാളികൾ സ്കോർ ചെയ്യുകയും ചെയ്യും. ഇതിനിടയ്ക്ക് മറ്റൊരു തമാശ, നമ്മുടെ മന്ത്രി വീണ ജോർജ് പണ്ട് പത്രപ്രവർത്തകയായിരുന്നപ്പോൾ മുകേഷിൻ്റെ ആദ്യ ഭാര്യയെക്കുറിച്ച്, അതായത് വിവാഹമോചനം ചെയ്യപ്പെട്ട ആദ്യ ഭാര്യയെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അതിപ്പോൾ പൊന്തി വന്നിരിക്കുക. അതും നല്ല കുശാലായിട്ടുണ്ട്. എവിടെയോ നഷ്ടപ്പെട്ടു പോയ പാർട്ടിയെ കണ്ടെത്തി അതിനെ അതിൻ്റെ യഥാസ്ഥാനത്ത് പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് CPM-ൽ ഇപ്പോൾ സംഭവിക്കേണ്ടത്.